ഈ ഫോട്ടോയ്ക്ക് പിന്നിലെ കഥ. ഈ ഫോട്ടോയിലുള്ള ആൾക്കാരെ നമുക്കറിയാം. സനത് ജയസൂര്യയും അതുപോലെ തന്നെ റോഷൻ മഹാനായമ്മയുമാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിൽ ജയസൂര്യയായിരിക്കും നമുക്ക് കൂടുതൽ അറിയുന്നത്. 96-ലെ ലോകകപ്പിന്റെ സമയത്ത് പ്രചരിക്കപ്പെട്ട ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. ആ കാലത്തെ പേസ് ബോളിംഗിന്റെ സുൽത്താക്കന്മാരെയൊക്കെ ഒരൊറ്റ ഫ്ലിക്കിലൂടെ അതിർത്തി വരെ കടത്തിയിരുന്ന ജയസൂര്യയുടെ ബ്രൂട്ടൽ പവർ കണ്ട് എതിരാളികളും ക്രിക്കറ്റ് പ്രേമികളും ഒക്കെ അടക്കം പറഞ്ഞൊരു വർത്തമാനം. ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിംഗ് ഉണ്ട്. അതാണ് ഇങ്ങനെ പന്ത് പറന്ന് നടക്കുന്നത്. പന്ത് ഓഫ് സ്റ്റംപ് ലൈനിന് പുറത്താണ് എറിയുന്നതെങ്കിൽ ആകാശം തൊടുന്ന ലോഫ്റ്റഡ് ഷോട്ട് ഉണ്ട്. ഇനി ബൗൺസറാണ് ബോളറുടെ ശ്രമമെങ്കിൽ ഞൊടിയിട്ട് കൊണ്ട് അതിർത്തി കടത്തുന്ന റിക്കി പോണ്ടിങ്ങിന്റെ ഇടത് വേർഷൻ എന്ന മട്ടിൽ അതിനേക്കാൾ അപകടകാരിയായ പുൾ ഷോട്ട് ഉണ്ട്. ഇനി കാൽ തകർക്കുന്ന യോർക്കറാണ് ബോളറുടെ ലക്ഷ്യമെങ്കിൽ പൂവിറക്കുന്ന ലാഘവത്തോടെയുള്ള മാജിക്കൽ ഫ്ലിക്ക് ഷോട്ടുകൾ ആ വില്ലോയിൽ നിന്നും അന്ന് വിരിയാറുണ്ടായിരുന്നു. പന്ത് അതിർത്തി വര കടക്കാറുണ്ടായിരുന്നു. ജയസൂര്യക്ക് മാത്രം സാധിക്കുന്ന ഒരു മാന്ത്രികതയായിരുന്നു അന്ന് ആ കാലഘട്ടത്തിലത്. 90-കളുടെ രണ്ടാം പാദം മുതൽ ലോക ക്രിക്കറ്റിൽ പന്തെറിഞ്ഞ ഒരുവിധപ്പെട്ട എല്ലാ ബോളർമാരും ഏറ്റവും കരുതലോടെയും ഏറ്റവും ഭയത്തോടെയും പന്തെറിഞ്ഞത് ഈ മനുഷ്യൻ ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാന ബോളറും ഓൾറൗണ്ടറും ഒക്കെയായിരുന്നു മനോജ് പ്രഭാകറോട് ചോദിച്ചാൽ മാത്രം മതിയാകും. 96 ലോകകപ്പിൽ മനോജ് പ്രഭാകറുടെ കരിയർ തന്നെ ഇല്ലാതാക്കിയത് ജയസൂര്യയുടെ ഒരൊറ്റ കൈക്കരുത്തായിരുന്നു എന്ന്. ആ ഒരു ബ്രൂട്ടാലിറ്റി ആയിരുന്നു. കരിയറിൽ തുടക്കത്തിൽ ബോളിംഗ് ഓൾറൗണ്ടർ എന്നതിൽ നിന്നും 90-കളുടെ രണ്ടാം പകുതി ആയപ്പോഴേക്കും ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി ജയസൂര്യ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഓൾറൗണ്ടറുടെ യഥാർത്ഥ സ്വരൂപം ക്രിക്കറ്റ് ലോകം കണ്ടു തുടങ്ങിയത്.